കൊച്ചിയും ഈ രാജാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഫോർട്ട് ഉള്ളത്. ഫോർട്ട് ഇമാനുവലും കൂടെയുള്ള അലയൻസിൻ്റെ ഭാഗമായിട്ട് അവർ പണിതതാണ്. ഞാൻ പറയാനുള്ളത് പറയാനുള്ള ഓർമ്മ വരില്ല. കട്ട് ചെയ്താൽ മതി. ഫോർട്ട് കൊച്ചിയിലാണ്. ഞങ്ങൾ 2 ഡേയ്സ് ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നേക്കാണ് കേട്ടോ. സാധാരണ നമ്മൾ താമസിക്കുന്നത് കടവന്ത്രയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊക്കെ ഇറങ്ങാറുള്ളൂ ഇങ്ങോട്ടേക്ക്. അല്ലെങ്കിൽ ഒരു നൈറ്റ് റൈഡ് മാക്സിമം അത്രയും ഒരു കുട്ടി ട്രിപ്പ് വരാറുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ അത്യാവശ്യം കാണാനുണ്ട് എന്നൊക്കെ തോന്നിയുകൊണ്ട് നമ്മൾ 2 ഡേയ്സ് ഇവിടെ നിൽക്കാം. ഇപ്പോൾ ഇന്നും നാളെയായിട്ട് ഫോർട്ട് കൊച്ചി ആൻഡ് മട്ടാഞ്ചേരിയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഒരുമിച്ച് സ്ഥലങ്ങൾ കാണാം. ഫോർട്ട് കൊച്ചി ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വാസ്കോ ഡ ഗാമ സ്ക്വയറിൽ വന്നിട്ട് ഈ വാക്ക് വേയിലൂടെ നടന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഏകദേശം 11 മണിയായിട്ടോ. അതുകൊണ്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെയിലാണ്, എന്നാലും അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാം നമുക്ക്. പിന്നെ ഇത് കൊച്ചി തുറമുഖം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ലോർഡ് വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ നങ്കൂരാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് അതുപോലെ ഷിപ്പിൻ്റെ ബോയിലേഴ്സാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി വ്യൂ പോയിൻറ്റിന് അടുത്തുള്ള, എന്നാൽ വ്യൂ പോയിൻറ്റ് തന്നെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇതും. പക്ഷേ വ്യൂ പോയിൻ്റ് എന്ന് ശരിക്കും പറയുന്നത് ആ കാണുന്ന ആ സ്ഥലത്തിനെയാണ്. പക്ഷേ ഇതിനടുത്തുള്ള ഒരു ഫിഷിംഗ് ഹാർബർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. പക്ഷെ നല്ല വ്യൂ ആണ്. ഒരു കപ്പൽ വരുന്നുണ്ട്. നല്ല വെയിലുണ്ട്, എന്നാലും നല്ല വിൻഡും ഉണ്ട് ഇവിടെ. നമ്മൾ നിൽക്കാൻ നല്ല സ്പോട്ടാണ്. കാണുന്നത് ഫോർട്ട് ഇമാനുവൽ ബാക്കി അവശിഷ്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് മഹാരാജ ഓഫ് കൊച്ചിനും പോർച്ചുഗൽ രാജാവായിട്ടുള്ള ഇമാനുവൽ എന്ന പേര് തന്നെയുള്ള ഒരു രാജാവും കൂടെ അവരുടെ അലയൻസിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ കാണുന്നത് ഗണ്ണറി പീരങ്കിയാണ്. അപ്പം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കടലാണല്ലോ, ഓപ്പോസിറ്റ് കടലിൽ നിന്ന് വരുന്ന എനിമി ഷിപ്സിൻ്റെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഗണ്ണറിയാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ വാസ്കോ ഡ ഗാമ സ്ക്വയറിലാണ് നിൽക്കുന്നത്. നമ്മൾ ആ ഫോർട്ട് കൊച്ചി വ്യൂ പോയിൻറ്റും ഫോർട്ട് ഇമാനുവലൊക്കെ വാക്ക് വേയിലൂടെയൊക്കെ പോയി വന്നു, ക്ഷീണിച്ചു കേട്ടോ. ഇനി നമ്മൾ ബാസ്റ്റിൻ ബംഗ്ലാവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ ബാഗൊക്കെ വെക്കാനുണ്ട്. ഈ ഓൾഡ് ഹാർബർ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ഓപ്പൺ ജിംനേഷ്യം ഉണ്ട് കേട്ടോ. എന്നിട്ട് കുട്ടികളെല്ലാം ഉണ്ട്. ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് അപ്പോൾ ഹോസ്റ്റലിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ലഗേജ് നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കറങ്ങാം. നമ്മളങ്ങനെ ബാസ്റ്റിൻ ബംഗ്ലാവിലെത്തി. ബാസ്റ്റിൻ ബംഗ്ലാവിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് 1503 പോർച്ചുഗീസുകാരാണ് ഇത് പണിയുന്നത്. അന്ന് ഇതിൻ്റെ പേര് മാനുവൽ കോട്ട എന്നായിരുന്നു. പിന്നീട് വന്ന ഡച്ചുകാർ ഇത് പുതുക്കി പണിതെങ്കിലും ബ്രിട്ടീഷുകാരാണ് ഇതൊരു റെസിഡൻസ് ആക്കി മാറ്റുന്നത്, ബാസ്റ്റിൻ ബംഗ്ലാവ് എന്ന പേരിൽ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിന് പുറത്ത് രാജ്യങ്ങളുമായിട്ടുണ്ടായിരുന്ന ട്രേഡ് റിലേഷൻസ്, വാണിജ്യ ബന്ധത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഓഡിയോ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അറബ് രാജ്യങ്ങളും അതുപോലെ ചൈനീസ് പീപ്പിളുമായിട്ടായിരുന്നു നമുക്ക് ട്രേഡ് റിലേഷൻ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ തേക്ക്, ഐവറി ഉണ്ടല്ലോ, ആനക്കൊമ്പ്, ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തു നിന്ന് അവർ കണ്ടിരുന്ന ആ ഒരു അസറ്റ്സ് എന്ന് പറയാൻ. പിന്നെ വന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാരും പിന്നെ ബ്രിട്ടീഷുകാരും വന്നു. മാപ്പ് ഉണ്ടല്ലോ, ഭൂപടം, അതിൻ്റെ ഒരു ആദ്യകാല ഫോർമാറ്റാണ് ഇത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൂമിലും കേരളത്തിൻ്റെ ഹിസ്റ്ററി അവർ ഡിപിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡീവൽ കേരളയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. മധ്യകാല കേരളം എങ്ങനെയായിരുന്നു, അവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ ഭരണം, അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പടം കൊടുത്തിട്ടുണ്ട്, ഇല്ലസ്ട്രേഷൻസും കൊടുത്തിട്ടുണ്ട്. വിവരണവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും.
പിന്നെ ഓരോ റൂം ഓരോ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് കിടക്കുമ്പോഴേക്കും അടുത്ത നെക്സ്റ്റ് റൂം വ്യാപാരവും അതുപോലെ കോളനിവൽക്കരണം, എങ്ങനെയാണ് കോളനികൾ ഉണ്ടായത് എന്നുള്ളതും, പിന്നെ ട്രേഡ് റിലേഷൻസ്, കേരളത്തിലെ വേറെ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നൊക്കെയാണ് നെക്സ്റ്റ് റൂം. ബാസ്റ്റിൻ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങിയതും ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നമ്മൾ ഫോർട്ട് പാരഗണിലാണ് കേട്ടോ പോയത്. ഫോർട്ട് കൊച്ചിയിലുള്ള പാരഗൺ ഗ്രൂപ്പിൻ്റെയാണ് ഫോർട്ട് പാരഗൺ. ഒരു മീൽസ്, നെയ്ച്ചോറ്, പിന്നെ സീ ഫുഡ് പ്ലാറ്റർ, അത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സീ ഫുഡ് പ്ലാറ്റർ അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാം യമ്മി ആയിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ മന്ദഗതിയിലാണ് പോയത്. നമ്മൾ നേരെ പോയത് ഇന്ത്യൻ നേവിയുടെ മാരിടൈം മ്യൂസിയം കാണാനാണ്. ഒരു സെറ്റ് ഓഫ് നടത്താൻ കഴിഞ്ഞു. അങ്ങനെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കണ്ടു, നേവൽ മ്യൂസിയം. ഒരു റൗണ്ട് നമ്മൾ നടന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടൊന്ന് ക്ഷീണം തീർക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ കൂടെ കണ്ടു നോക്കാം. പിന്നെ നല്ല വേഗം ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, നല്ല ചൂടാണ്. നമ്മൾ ഫസ്റ്റ് ബങ്കർ ഫുള്ള് കണ്ടു കേട്ടോ, മാരിടൈം മ്യൂസിയത്തിൻ്റെ. ഇനി നമ്മൾ രണ്ടാമത്തെ ബങ്കറിലേക്ക് വന്നു. നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു ബങ്കർ പുറത്തു നിന്ന്, അപ്പോൾ അതിൻ്റെ ഉൾവശത്താണ് നമ്മളുള്ളത്. രണ്ടാമത്തെ ബങ്കറാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെയാണ് പെയിൻറ്റിങ്സും കുറച്ച് ഇലുസ്ട്രേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് വീല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ നേവിയുടെ മോട്ടോ അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഈ 3D ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കൊക്കെ എന്ത് അടിപൊളിയാണല്ലേ, സബ്മറൈനായിട്ടുള്ള ഇതും പിന്നെ ദേ ഇങ്ങനെ മാപ്പുകൾ കേരളത്തിൻ്റെ ഇന്ത്യയുടെ എല്ലാം അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പ്രിൻസലി സ്ട്രീറ്റ്, അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് സ്ട്രീറ്റ്സ് ഉണ്ട്. നമ്മളാണെങ്കിൽ ജസ്റ്റ് ഒരു ഡ്രിങ്ക്സ് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിൽ കയറി. ഞാനൊരു എന്താണിത്, ഐസ്ഡ് എസ്പ്രെസ്സോ പറഞ്ഞു, ഐസ്ഡ് അമേരിക്കാനോ, പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് അല്ലേ, പാഷൻ ഫ്രൂട്ട് ലെമണേഡ് പറഞ്ഞു. പിന്നെ കുറച്ചേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നടന്ന് മടുത്തു, ഫുള്ള് നടക്കുകയായിരുന്നു. നമ്മൾ കഥകളി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു കഥകളി ആർട്ട് പെർഫോമൻസ് 365 ഡേയ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു. അപ്പം കഥകളി ഉണ്ട്, പിന്നെ ഇന്ത്യൻ ഡാൻസ് ഫോംസ് ഉണ്ട് 8 മണി തൊട്ട് 9 മണി വരെ. ഇപ്പം നമ്മൾ 6 o'clock ഇപ്പോൾ ഏകദേശം 5:30 കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ 6 മണിക്ക് ഉള്ളത് കഥകളിയാണ്. അപ്പം നമ്മളെന്നാൽ അത് കാണാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ചാർജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ കണ്ടിട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ. ചാർജ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമ്മളാണെങ്കിൽ പിന്നെയും വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്ക് തന്നെ വന്നു കേട്ടോ. കാരണം ഞങ്ങൾ മ്യൂസിയമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ കഥകളിയുടെ അവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങ് കയറി. പക്ഷേ പെർ പേഴ്സൺ 600 rupees കേട്ടോ അവിടെ. ഞാൻ അത്രയും ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചില്ല. അല്ല, നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ കാണുകയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ കഥകളി നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പിന്നെ പെർ പേഴ്സൺ ആണ്. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും കൂടെ അത്യാവശ്യം 1200 രൂപ കൊടുത്ത് കഥകളി കാണാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പിന്നെയും ഇങ്ങോട്ടേക്ക് വന്നു. മഴ ചതിക്കുമോ എന്നറിയില്ല. ഇപ്പം അത്യാവശ്യം ചെറിയതായിട്ട് ഇടി വെട്ടുന്നുണ്ട്. മഴ പെയ്തു തുടങ്ങിയിട്ടില്ല, പക്ഷെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെയും നമുക്ക് പ്ലാൻ ബി വേറെ ഒന്നും ഇല്ല അല്ലേ? പ്ലാൻ ബി ഉണ്ടോ? വാട്ടർ മെട്രോയോ? വാട്ടർ മെട്രോ എങ്ങോട്ട് പോകും? അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. എന്താണെന്നറിയില്ല, വീക്കെൻഡ് ആണെങ്കിലും വലിയ തിരക്കൊന്നും രാവിലെ തൊട്ടും തോന്നിയില്ല. ആൾക്കാരൊക്കെ കുറവാണ് സ്ട്രീറ്റിൽ. പുള്ളി പോകുന്നത്
വാട്ടർ മെട്രോയിൻ്റെ എൻട്രൻസിലേക്കാണ്. മഴയായി ഞങ്ങൾ ഓടിക്കാറട്ടെ. സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാൻ ബിയും ഫ്ലോപ്പായിട്ടോ. നമ്മുടെ വാട്ടർ മെട്രോയും നമ്മൾ ചതിച്ചു എന്ന് വെച്ചാൽ നല്ല തിരക്കാണ് അവിടെ. ഹൈക്കോർട്ടിലേക്കാണ് നമുക്ക് നിയറസ്റ്റ്, അങ്ങോട്ടേക്കാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അവിടെ വരെ പോയിട്ട് തിരിച്ച് വരാം. അപ്പോൾ വാട്ടർ മെട്രോ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല, എന്നാൽ പിന്നെ അങ്ങനെ കയറുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് നോക്കിയത്. നല്ല തിരക്കാണ്. 17:55 അല്ലേ, 5:55 വണ്ടി ഉള്ളത് ഇവിടുന്ന് വാട്ടർ മെട്രോ. പക്ഷേ നല്ല തിരക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ അത് നടക്കില്ല. എന്തായാലും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെഹ്റു പാർക്കിൽ, അതിനടുത്ത് തന്നെയുള്ള നെഹ്റു പാർക്കിൽ വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിയായിട്ടോ. അപ്പോൾ ഇപ്പോഴും മഴ ചെറിയ രീതിയിലുണ്ട്. മഴ തോരുന്ന ലക്ഷണമൊന്നും കാണാനും ഇല്ല. അപ്പോൾ നമ്മളാണെങ്കിൽ പെരുവഴിയിലായി എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ നിർത്തിയിട്ടിട്ട് ഇവിടെ നടക്കുമായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ വാട്ടർ മെട്രോയും ചതിച്ചു. നമ്മുടെ വാസ്കോ ഡ ഗാമ സ്ക്വയറിലാണെങ്കിൽ മഴ ആയതുകൊണ്ടിരിക്കാൻ അവിടെ ഓപ്പണാണ്. അപ്പോൾ അതുകൊണ്ടിരിക്കാനും പറ്റില്ല. സോ ഞങ്ങൾ തിരിച്ച് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുവാണ്. ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. മഴ കുറയുവാണെങ്കിൽ പതുക്കെ പോവും. ഇപ്പം മഴ നനഞ്ഞ് കിടക്കുകയാണ് ഇവിടെയൊക്കെ. പിന്നീട് അങ്ങോട്ട് മഴ കൂടി. ഈ ലോഫേഴ്സ് കോർണർ ഒരു അടിപൊളി സ്പോട്ടാട്ടോ. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ഇരിക്കാനൊക്കെ. പ്രത്യേകിച്ച് മഴയുള്ളതുകൊണ്ട് ഭയങ്കര വാമത്തായിരുന്നു അവിടെ ഇരിക്കാൻ. നല്ലൊരു സ്പോട്ടായിരുന്നു. അപ്പോൾ ഫുഡാണെങ്കിലും അടിപൊളിയായിരുന്നു. നമ്മളൊരു സൂപ്പും പിന്നെ ഗാർലിക് ബ്രെഡ് ടോസ്റ്റൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഒരു വാനില ഷേക്ക് അതും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. ഫുഡും നല്ലതായിരുന്നു, സ്പോട്ടും അടിപൊളിയായിരുന്നു. പിന്നെ നൈറ്റ് ഫോർട്ട് കൊച്ചിയിലേക്ക് ഇറങ്ങിയ ഒരു വേറെ തന്നെ വൈബാട്ടോ. കണ്ടോ ആംബിയൻസ്. ഞാനാണെങ്കിൽ കുറച്ച് അൽക്കുർത്ത സാധനങ്ങൾ, നമ്മുടെ കമ്മൽ, മാല, ഹോം ഡെക്കറൊക്കെ ഉള്ളൊരു കടയിൽ കയറി. അങ്ങനെ കുറച്ച് അത്യാവശ്യം പ്രൈസിയാണ് അവിടെ. അപ്പോൾ ഫോർട്ട് കൊച്ചി വ്ളോഗ് ഞാനിങ്ങനെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ.